expensive thing that I brought with myself. Here it is, and let's unbox that. So this is the product. കുറേ കാലങ്ങളായിട്ട് വാങ്ങണം എന്ന് വിചാരിച്ചൊരു പ്രൊഡക്റ്റാണ്. കാരണം ഏകദേശം എനിക്ക് തോന്നുന്നു 2020 ഞാൻ ഈ ഒരു പ്രൊഡക്റ്റിന് വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നത്. ഷാസി നെസ്റ്റൻ എന്നുള്ളൊരു വ്ളോഗറുണ്ട്, അമേരിക്ക ബേസ്ഡ് ആയിട്ട്. അപ്പോൾ ആളുടെ വീഡിയോയിലാണ് ഈ ഒരു പ്രൊഡക്റ്റിനെ പറ്റിയിട്ട് ആദ്യം കാണുന്നത്. അതായത് ഗോപ്രോ ഹീറോ 9 എന്നുള്ള പ്രോഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ തൊട്ടുള്ള ഒരു ആഗ്രഹമായിരുന്നു ഈ ഗോപ്രോ വാങ്ങാൻ. കാരണം സ്കേറ്റ് ചെയ്യുമ്പോഴും അതേപോലെ തന്നെ സൈക്കിളിൽ പോകുമ്പോഴും എന്തുകൊണ്ടും ഒരു ആക്ഷൻ ക്യാമറ വളരെ അത്യാവശ്യമാണ്. ആദ്യം ഞാൻ വിചാരിച്ചതും ഒരു ആക്ഷൻ ക്യാമറ വാങ്ങാനുള്ളതാണ്. ബട്ട് സാലറി അന്നില്ലായിരുന്നു, അതേപോലെ തന്നെ ബഡ്ജറ്റിൻ്റെയും കുറവ് കാരണം ഏകദേശം ഒരു 3 വർഷത്തിന് ശേഷം, 4 വർഷത്തിന് ശേഷം ആ ഒരു ആഗ്രഹം നമ്മൾ നിറവേറ്റാൻ പോവുകയാണ് ഗൈസ്. സോ ഹിയർ ഈസ് GoPro 11. ലെറ്റ്സ് അൺബോക്സ്. സോ അങ്ങനെ നമ്മളൊരു GoPro വാങ്ങിയിരിക്കുകയാണ്. ഓക്കെ, ആക്ഷൻ ക്യാമറ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, പണ്ട് തൊട്ടേ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ഒരു ക്യാമറയാണ് GoPro. സോ ഇൻസ്റ്റാ 360 ഉണ്ട്, എങ്കിലും ആദ്യം തൊട്ടേ എനിക്കുള്ളൊരു ആഗ്രഹമായിരുന്നു ഒരു GoPro വാങ്ങണം. കാരണം സൈക്കിള് അതേപോലെ തന്നെ സ്കേറ്റിംഗ് ഇതൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഒരു ആക്ഷൻ സീക്വൻസ് നമുക്ക് ഫോണിലെടുക്കുമ്പോഴും അത്ര ഒരു പേടിയുണ്ടാവും മനസ്സിൽ, കാരണം ഇത് പൊട്ടുമോ അല്ലെങ്കിൽ വീണ് പോകുമൊക്കെ. അപ്പോൾ അന്ന് തൊട്ടേ ഒരു GoPro ക്യാമറ സ്വന്തമാക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്ന് എൻ്റെ ഫസ്റ്റ് സാലറി കൊണ്ട് ഞാനൊരു എക്സ്പെൻസീവ് പ്രൊഡക്റ്റ് വാങ്ങിയിരിക്കുകയാണ്, GoPro ഹീറോ 11. സോ ഇത് അൺബോക്സ് ചെയ്ത് നോക്കുമ്പോൾ നമുക്കറിയാം എന്തൊക്കെ ഇതിൻ്റെ ഉള്ളിലുണ്ട് എന്നുള്ളത്. This is inside the box. സോ ഈ 2 പ്രൊഡക്റ്റാണ് ഇതിൻ്റെ ഉള്ളിലുള്ളത്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ GoPro 11ൻ്റെ വിത്ത് മിനി ട്രൈപോഡ് ഷോട്ടി വരുന്ന ഒരു പ്രൊഡക്റ്റാണ്. സോ ഈ ഒരു പ്രൊഡക്റ്റിൽ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ GoPro ഹീറോ 11 എന്ന് പറയുമ്പം ഇത് ഒരു എക്സ്ട്രാ എന്താ പറയുക, ഒരു ഷോർട്ട് മിനിയും കൂടിയുള്ള ഒരു പ്രൊഡക്റ്റാണ്. സാധാരണ GoProൻ്റെ 2 രീതിയിലാണ് വരിക. ഒന്ന് ക്യാമറ മാത്രവും, അല്ലെങ്കിൽ ബണ്ടിൽ പാക്ക്. ആ ബണ്ടിൽ പാക്കിൽ ഇതേപോലത്തെ ഒരു ഷോർട്ട് മിനി ഉണ്ടാവും, അതേപോലെ ചെസ്റ്റ് മൗണ്ട് ഉണ്ടാവും, പിന്നെ പ്രൊട്ടക്ഷൻ സാധനങ്ങളുണ്ടാവും, SSD അല്ല SD കാർഡ് ഉണ്ടാവും. അങ്ങനെ പല സാധനങ്ങളും കൂടി വരുന്ന ഒരു ബണ്ടിൽ പാക്കാണ് വരുന്നത്. അതിന് റേറ്റ് വീണ്ടും ഏകദേശം ഒരു 20,000 രൂപ 30,000 രൂപ കൂടുതലുണ്ടാവും. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ GoProയും അതേപോലെ തന്നെ ഈ മിനി ട്രൈപോഡ് ഷോട്ടിയും കൂടിയുള്ള ഒരു പാക്കാണ്. ഏകദേശം ഇതിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 40-50 അടുത്തൊക്കെ വരുന്നുണ്ട് MRP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ആമസോണിൽ ഇപ്പം ഗ്രേറ്റ് ഇന്ത്യൻ ഫെസ്റ്റിവലിന് വാങ്ങിയൊരു പ്രൊഡക്റ്റാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു ഒരു 33% ഓഫ് ഉണ്ടായിരുന്നു ആ സമയത്ത് കറക്റ്റ് ടൈമിൽ ഞാൻ ബുക്ക് ചെയ്തതാണ്. ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കൂടെ ഒരു ഷോർട്ട് മിനിയും കൂടെ കിട്ടിയിട്ടുണ്ട്. അതായത് ഷോർട്ടി മിനി എക്സ്റ്റൻഷൻ പോളാണ് വിത്ത് 4.6 to 8.9 ഇഞ്ച്. ഇതൊരു ട്രൈപോഡായിട്ടും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റാണ്. ഓക്കെ, ഗോപ്രോൻ്റെ തന്നെ ഒരു പ്രൊഡക്റ്റാണ്. സോ ഈ 2 എണ്ണമാണ് നമ്മുടെ ഇന്നത്തെ പാക്കിലുള്ളത്. എന്തായാലും തുറന്ന് നോക്കാം. ഇതിനകത്ത് SD കാർഡ് ഇല്ല. അപ്പോൾ നമുക്ക് എന്തെങ്കിലും തുറന്ന് നോക്കാം എന്താ നോക്കിയാൽ. 24 മന്ത് വാറണ്ടിയൊക്കെ അവർ ക്ലെയിം ചെയ്യുന്നുണ്ട്. സോ ഐ ആം സൂപ്പർ എക്സൈറ്റഡ് ഇതിനുള്ളിൽ എന്താണെന്ന് അറിയാം GoPro ആണെന്ന്. പക്ഷേ ആദ്യമായിട്ട് GoPro പൊളിക്കുമ്പോഴൊരു ഫീൽ. എവിടെ ഓപ്പൺ ചെയ്യണം? ഇല്ല, ഡിസ്പ്ലേ 1.4 ആണ് തോന്നുന്നു. 1.4 ഇഞ്ചാണ് ഡിസ്പ്ലേ. ആൻഡ് ദിസ് ഈസ് GoProൻ്റെ 10 തൊട്ടാണെന്ന് തോന്നുന്നു ഈ ഒരു ഇൻ്റർചേഞ്ചബിൾ ആയിട്ടുള്ള ലെൻസ് വന്നത്. നമുക്കിപ്പോൾ ഫിൽറ്റേഴ്സും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന മാക്സ് ലെൻസൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മോഡലാണ്. പണ്ടൊന്നും ആ GoProക്ക് ആ ഒരു ഫെസിലിറ്റി ഉണ്ടായിരുന്നു. നമുക്ക് ഇൻ്റർചേഞ്ചബിളായിട്ട് ലെൻസ് മാറ്റാനോ ഫിൽറ്റേഴ്സ് ആഡ് ചെയ്യാനോ പറ്റില്ലായിരുന്നു. ഇപ്പം കൊണ്ടുവന്നൊരു ഫെസിലിറ്റിയാണ് ഈ ഒരു ലെൻസ് മാറ്റി വെക്കാൻ പറ്റുന്നത്. അതേപോലെ തന്നെ GoProയുടെ 9 ശേഷം വന്നൊരു ഫെസിലിറ്റിയാണ് ഈ ഒരു ഫ്രണ്ട് ഡിസ്പ്ലേ.
അതും പണ്ടില്ലായിരുന്നു. നമുക്ക് എന്താ സൈമിൾട്ടേനിയസ്ലി പ്രിവ്യൂ കാണാൻ പറ്റും. സോ ഇവിടെ ഒരു മൗണ്ട് ഉണ്ട്, പിന്നെ എക്സ്ട്രാ മിനി ഇതും കൂടി ഉണ്ട്, അതും കൂടി നമുക്ക് അൺബോക്സ് ചെയ്യണം. ബാറ്ററി ഉണ്ട്, അതേപോലെ തന്നെ ക്ലാമ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, ഇനി ഷോർട്ട് മിനി നമ്മൾ ചെയ്യുമ്പോൾ യെസ്, ഇതാണ് ഷോർട്ട്, പേര് പോലെ തന്നെ ഷോർട്ടിയാണ്, വളരെ ചെറുതാണ്. നമുക്ക് വ്ളോഗിങ്ങും ഇതേപോലെ ആക്ഷനൊക്കെ ചെയ്യുമ്പോൾ ഇത് എക്സ്റ്റെൻഡബിൾ ആണ്, ട്രൈപോഡായിട്ട് യൂസ് ചെയ്യാം. ദിസ് ഈസ് ലൈക്ക് ഇതേപോലെയാണ്. ഇത് നമുക്ക് വലുതാക്കാനും പറ്റും. വലുതാക്കാൻ എങ്ങനെയാണ് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ തിരിക്കണം, ഇത്ര ഹൈറ്റിൽ വലുതാക്കാൻ പറ്റും. ഇത് ജസ്റ്റ് ഒരു ചെറിയൊരു ട്രൈപോഡാണ് ഗോപ്രോ തന്നെ വരുന്നത്. പിന്നെ ഇതേപോലെ തന്നെ വ്ളോഗ് ചെയ്യാനും ഇങ്ങനെയൊക്കെ പിടിച്ച് വ്ളോഗ് ചെയ്യാനും പറ്റുന്നൊരു സാധനമാണ്. പറഞ്ഞു വന്നത് ഗോപ്രോ ഹീറോ 9 അതേപോലെ തന്നെ 10 തൊട്ടാണ് ഡ്രാസ്റ്റിക്കായിട്ട് ചേഞ്ച് വരുന്നത്. ഇതേപോലെ ഇൻ്റർചേഞ്ച് ചെയ്യാൻ പറ്റുന്ന ലെൻസ്, അതേപോലെ തന്നെ എന്താ പറയുക സൈമിൾട്ടേനിയസ്ലി നമുക്ക് ഇവിടെ പ്രിവ്യൂ കാണാൻ പറ്റും സെൽഫിയൊക്കെ എടുക്കുന്ന സമയത്ത്. പിന്നെ ബാറ്ററി ലൈഫും 8ഉം 9ഉം ഒക്കെ കമ്പയർ ചെയ്ത് വരുമ്പം 11ൽ നല്ലൊരു മാറ്റം വന്നിട്ടുണ്ട്. ഇപ്പം ലേറ്റസ്റ്റ് മോഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 12 ആണ് ഗോപ്രോയുടെ. അപ്പോൾ അതിൻ്റെ അകത്ത് ഇതിലുള്ളൊരു ഫെസിലിറ്റി മാറ്റിയിട്ടുണ്ട്. GPS സെറ്റിങ്സ് ഒക്കെ GPS ഫെസിലിറ്റി മാറിയിട്ടുണ്ട്. കാരണം അവർ പറയുന്നത് GPS ആരും യൂസ് ചെയ്യുന്നില്ല, അതുകൊണ്ട് തന്നെ ബാറ്ററി കുറച്ചും കൂടെ കൂടുമെന്നാണ് പറയുന്നത്. ബട്ട് എന്തുകൊണ്ടും GPS ഉള്ളത് നല്ലതാണ്. ഓക്കെ, സോ ദിസ് ഈസ് ദ പ്രൊഡക്റ്റ് ഗോപ്രോ ഹീറോ 11 ആൻഡ് ഉപയോഗിച്ചതിന് ശേഷം ഇതിൻ്റെ റിവ്യൂ നമുക്ക് പറയാം. ഓണാക്കുമ്പോൾ ദിസ് ഈസ് ദ ഫസ്റ്റ് ഇൻഡിക്കേഷൻ GoPro അവരുടെ ഡിസ്പ്ലേ വന്നിട്ടുണ്ട്. ഇംഗ്ലീഷ് ലാംഗ്വേജ് ചൂസ് ചെയ്യുന്നുണ്ട്, നമ്മൾ ഇംഗ്ലീഷ് ചൂസ് ചെയ്തു. ടച്ച് സ്ക്രീനാണ്. ബൈ യൂസിങ് ദിസ് GoPro ഐ അഗ്രി ദ ടേംസ് യൂസ് അവൈലബിൾ അറ്റ് GoPro.com. അഗ്രി. Turn on to tag your footage with location, speed, altitude and on ചെയ്തു വിട്ടേക്കാം. Install the GoPro Quick app on your phone to finish setup. Leave your camera on and follow the app instruction. Okay. ഇൻസ്റ്റാൾ ചെയ്യണം. ഇവിടെ ഗോപ്രോയുടെ ഇൻഡിക്കേഷൻ വരുന്നുണ്ട് 11 ബ്ലാക്ക്. അതേപോലെ തന്നെ നമ്മൾ കണ്ടു. ഇതിന് ബാക്കി പ്രൊസീഡ് ചെയ്യണമെങ്കിൽ ഗോപ്രോയുടെ ആപ്പ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യണം. ക്രെഡൻഷ്യലൊക്കെ തന്നിട്ടുണ്ട്, ക്യാമറ നെയിമും പാസ്വേഡൊക്കെ. അപ്പോൾ നമ്മൾ ഓപ്പൺ ചെയ്ത് നോക്കണം. ബാക്കി അവിടെയാണ് GPS സെറ്റിങ്സും കാര്യങ്ങളും അതൊക്കെ ചെയ്ത് കൊടുക്കും. സോ നമ്മൾ ഗോപ്രോ ഓൺ ആക്കിയിട്ടുണ്ട്. അപ്ഡേഷനിൽ ഒരിക്കലും വന്ന് കിടക്കുന്നത് ഫോണുമായിട്ട് കണക്ട് ആയിട്ടുണ്ട്. ആൻഡ് ജസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് മോഡ് 2x ആണെങ്കിൽ നമുക്കിവിടെ ഡിഫറെൻറ്റ് 1x തന്നെ നമുക്ക് ഫോർമാറ്റൊക്കെ മാറ്റാൻ പറ്റും. ഇത് മാക്സ് വീഡിയോ ആണ്. സോ നമുക്കിവിടെ ആസ്പെക്ട് റേഷ്യോ കാര്യങ്ങളൊക്കെ മാറ്റാൻ പറ്റും. ഗോപ്രോ എനിക്ക് തോന്നുന്നു 9 ശേഷമാണ് ഈ ഒരു 4:3 ഫോർമാറ്റൊക്കെ കൊണ്ടുവന്നത്. നമുക്കിത് വെർട്ടിക്കലായിട്ട് എടുക്കാം, ഹൊറിസോണ്ടലായിട്ട് എടുക്കാൻ പറ്റുന്ന രീതിയിലൊക്കെ മാറ്റാൻ പറ്റും. പിന്നെ ഇവിടെ സെറ്റ് ചെയ്യാം ഫ്രെയിം റേറ്റ് നമുക്കൊരു 60 എടുക്കാം. അതേപോലെ തന്നെ റെസൊല്യൂഷൻ അത്രയൊന്നും വേണ്ട, എന്തൊക്കെയോ മാറുന്നുണ്ട്. ഒരു ചേഞ്ച് ചെയ്യാം. എങ്ങനെയാണ് ഇപ്പോൾ എടുത്തു കഴിഞ്ഞാൽ 180 മതി. സെലക്ട് എങ്ങനെ സെലക്ട് ആവുക? ഇതാണോ ഇൻസൈഡ് SD കാർഡ് നമ്മൾ ഇട്ടിട്ടില്ല, അതുകൊണ്ട് ക്യാപ്ചർ ചെയ്യാൻ പറ്റില്ല. SD കാർഡ് ഇട്ടിട്ട് ചാർജ് ചെയ്തിട്ടൊക്കെ നോക്കാം. ചൂടാവുന്നുണ്ട് കുറച്ച്, അപ്ഡേഷനൊക്കെ വരാനുണ്ട്. ഇപ്പോൾ ഡീറ്റെയിൽഡ് വീഡിയോ നമുക്ക് എന്തായാലും യൂസ് ചെയ്തിട്ട് പറയാം. നമുക്ക് ഇതിനകത്ത് കുറച്ച് ആക്ഷൻ വീഡിയോസൊക്കെ എടുക്കണം. So this is Akshay from AKS Media and bye.
Yo, give it a stage in a minute, I'ma eat you. El professor is in the house, let me teach you. I could defeat you with 2 hands tied and have you waking in the hospital like, who am I? And who are you? Who are they? What is this? You wouldn't believe how someone react to this shit. The mind slips, slipping, speaking in tongues. Sly ink, GVA, that's how we get it done. 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 Sly ink, GVA, that's how we get it done.